95 വർഷം മുമ്പുള്ള ഒരു ജീവനാംശ കേസ്. ഒരമ്മ കൈക്കുഞ്ഞിനെയും കയ്യിലേന്തി ദീർഘദൂരം നടന്ന് നേടിയെടുത്ത ഒരു അവകാശ പോരാട്ടത്തിൻ്റെ കഥ. ഈ കഥ ഇന്ന് നമ്മളോട് പറയുന്നത് ആ അമ്മയുടെ പൗത്രനായ ശ്രീ ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അല്പം വ്യക്തതക്കുറവുണ്ടെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്ക് അക്കാലത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കും. വീഡിയോയിലേക്ക് സ്വാഗതം. 95 വർഷം മുമ്പുള്ള ഒരു ജീവനാംശ കേസാണ്. എന്റെ മുത്തശ്ശി 12ാമത്തെ കാലത്ത് ഉഴവൂര് അവര് മുത്തശ്ശൻ മാടവനെ പോകുന്ന നാല് വിവാഹം വേർപെടുന്ന വരുമാന മാർഗത്തിന് വേണ്ടി കേസ് കൊടുത്തു. അപ്പൊ അവരുടെ അപ്പൊ അവരുടെ മുത്തശ്ശിയുടെ വളർത്തച്ഛന്റെ കൂടെയാണ് പോകുന്നത്. ഏറ്റവും ഇളയ കുട്ടി, അതായത് മൂന്നാമത്തെ കുട്ടി കൈക്കുഞ്ഞായിരുന്നു പോവുക. അങ്ങനെ പോയി ഏതാനും വർഷം നടന്ന കേസ് പറഞ്ഞാണ് ഒരു 5 ഏക്കർ നഷ്ടം, 5 ഏക്കർ വസ്തു ജീവനാംശമായിട്ട് കിട്ടിയത്. പക്ഷെ ജീവനാംശമായിട്ട് കിട്ടിയപ്പം അതിൽ ഭൂരിഭാഗം അന്യായമായിട്ട് പ്രകൃതി ചെയ്തു. അതുകൊണ്ട് അതിൽ 2 ഏക്കർ കിട്ടിയുള്ളൂ. സാറേ, ഈ പറവൂർ എങ്ങനെ പോകുന്നത്? അപ്പൊ അരിയും കഞ്ഞി വയ്ക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുപോകും. ഓ, കല അവര് കൊടുക്കും. കല അവര് കൊടുത്തിട്ട് അരി നമ്മൾ കൊണ്ടുപോകും, അവിടെ വെച്ച് കഞ്ഞി വയ്ക്കും. ഓ, അത് ശരി. അപ്പൊ ഏതെങ്കിലും ഏത് വീട്ടിൽ ചെന്നാലും അക്കാലത്ത് ഇങ്ങനെ വഴിയാത്രക്കാർക്ക് ഒരു സൗകര്യം കൊടുക്കും. അപ്പൊ വെള്ളമൊക്കെ കുടിക്കാൻ ഇന്നത്തെ പോലെ കുടിക്കാനൊന്നുമില്ലല്ലോ. ഇന്നിപ്പോ ഒരു വീട്ടിൽ വെള്ളം കുടിച്ചാൽ ദാഹിക്കുമ്പോ അടുത്ത വീട്ടിൽ തന്നെ കുടിക്കുക. അപ്പൊ അക്കാലത്ത് ചെരുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ ചെരുപ്പൊന്നും ഇല്ലാതെ അന്ന് ടാറുണ്ടോ? ടാറൊന്നുമില്ല, ചെമ്മൺ നദിയാണ്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കൂടി കുറവുണ്ട്. ഇഷ്ടം പോലെ. അപ്പൊ അതിനകത്ത് നടന്ന് പോണം. അപ്പൊ എവിടുന്ന പുറപ്പെടുന്ന? ഓ, എത്ര മണിക്ക് പുറപ്പെടും? ഒരു വെളുപ്പിനെ പോവും. പിറ്റേ ദിവസം കോളേജില്ല. പറഞ്ഞു തന്നിട്ട്. ഓ, അത് ശരി. അപ്പൊ അത് ആൽബം ചെല്ലും. ആൽബത്തിന് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ ആയിരിക്കുമല്ലോ. ഉണ്ടുണ്ട്. അല്ല, അന്ന് അത് തിരുവനന്തപുരത്തൊക്കെ വരാൻ വേണ്ടിയുള്ള വഴി ഉണ്ട്. അപ്പൊ അതിലേക്ക് നടന്ന് കോടതി ചെല്ലണം. അപ്പൊ അത് വക്കീലൊക്കെ ഇല്ലേ? ഏർപ്പാടാക്കി. പഴയ 7ാം ക്ലാസ്. മുത്തച്ഛൻ വെച്ചാ അമ്മയുടെ മുത്തശ്ശിയുടെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം നേരിട്ടാണ് ബാധിക്കുന്നത്. അദ്ദേഹം എവിടുന്നാണ് വരുന്നത്? എടങ്ങോലി. അതെവിടാ സ്ഥലം? അവിടുന്ന് നടക്കും. 2 രൂപ പ്രദേശക്കാരാണ്. ശരി. അത് ശരി. അവരുടെ ഒരു മലയുടെ 2 സൈഡും. അപ്പൊ ഇവര് വെളുപ്പിന് ഇറങ്ങി യാത്ര പുറപ്പെട്ട അവിടെ ചെന്ന് മുത്തശ്ശന്റെ ഭാഗം മുത്തശ്ശൻ ബാധിക്കും. മുത്തശ്ശിക്ക് വക്കീലുണ്ട്. അങ്ങനെ കേസ് ഉണ്ടാകാൻ കഴിഞ്ഞ് മുത്തശ്ശി വീടില്ലാതാവും. ഓ, അത് മുത്തശ്ശിയുടെ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞു. അത് വിറ്റ് കഴിഞ്ഞാൽ വളർത്തച്ഛനും പെറ്റമ്മയും വീടില്ലാതെ വഴിയാധാരമാവും.
അപ്പൊ അതുകൊണ്ടാ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ അന്നത്തെ കാലത്തൊക്കെ ഈ ആണുങ്ങളോടൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ അന്നത്തെ കാലത്ത് സാധാരണ കാര്യം പറയത്തില്ല. പക്ഷെ ഈ ഞങ്ങളെ അപ്പൊ സാറിന്റെ മുത്തച്ഛൻ നല്ല ധൈര്യമുള്ള ആളായതുകൊണ്ട് പറഞ്ഞു അങ്ങനെ വിൽക്കാനൊക്കത്തില്ല, അച്ഛനെ അമ്മയും ഗുരുവിലാക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അന്നത്തെ കാലം 95 വർഷം മുമ്പ്. മുത്തശ്ശിക്ക് 2 വർഷം അച്ഛൻ വെച്ച ഉപേക്ഷിക്കുക. അപ്പൊ അത് മുത്തശ്ശിക്ക് പറ്റത്തില്ല. ഇത് കേസ് വിധി വന്നിട്ട് 95 വർഷം. 95 വർഷം മുമ്പ് കേസ് തുടങ്ങി 2 വർഷത്തോളം കേസ് നടന്നു. അപ്പൊ അതിന് ഒരു വർഷം മുമ്പെല്ലാം കൂട്ടി, ഒരു 96 വർഷം മുമ്പാണ് അന്നത്തെ ഈ പുരുഷ കോയ്മയ്ക്കെതിരെ മുത്തശ്ശിയിൽ നിന്ന് അപ്പൊ മുത്തശ്ശി ഉപേക്ഷിച്ചു പോയി അല്ലേ? അപ്പൊ അന്ന് കാലത്ത് സാധാരണ ഒരു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറയാനൊന്നും പറ്റത്തില്ല. അല്ല മുത്തശ്ശിക്ക് നല്ല തറവാട്ട് പോകുന്നതാണ്, നല്ല ബലമുണ്ട്, ആത്മബലമുണ്ട്. ആ ആത്മബലത്തിന്റെ പുറത്താണ് മുത്തശ്ശി പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശി ഇഷ്ടപ്പെട്ടില്ല. വളർത്തച്ഛൻ പ്രശ്നമില്ല. അല്ലെങ്കിൽ മുത്തശ്ശി കാരണം ബുദ്ധിമുട്ടാ. എന്നിട്ട് ഇതിനെല്ലാം തരണം ചെയ്ത് പോയി. അപ്പോൾ കേസ് നടത്താൻ എത്ര പ്രാവശ്യം പോകേണ്ടി വന്നു കാണും? പല പ്രാവശ്യം പോകേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അന്നത്തെ ജഡ്ജിമാരൊക്കെ സായിപ്പന്മാരല്ലേ? 95 വർഷം മുമ്പ് ഒരു വർഷമായിരിക്കാം. സായിപ്പന്മാരായിരിക്കാം. കോടതിന്റെ ചിട്ടോട്ടമൊക്കെ സായിപ്പന്മാരുടെ ചിട്ടോട്ടമൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെയൊക്കെ ചെന്ന് നിന്ന് കേസ് നടത്തി അല്ലല്ല, ആ സമയത്ത് ഒരുപക്ഷെ സായിപ്പന്മാരായിരിക്കത്തില്ല. തിരുവിതാംകൂറിലാണോ കൊച്ചിയാണോ? കൊച്ചി രാജ്യം. ഓക്കെ, പറവൂര്. അപ്പൊ ഈ കോട്ടയം എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇത് തിരുവിതാംകൂറല്ലേ? പക്ഷെ കേസ് അവിടെ ആയിരുന്നു. കോട്ടയത്തൊന്നും കോടതി ഇല്ലായിരുന്നു അന്ന്. ഓ, അത് ശരി. അപ്പൊ ഈ കേസ് അങ്ങ് കോടതി പരവൂര് പോയി വേണം നടത്താൻ. അപ്പൊ ഈ ദുർഘടത്തിന്റെ ഒക്കെ ഇടയ്ക്ക് പറവൂര് പോയി കാഴ്ചയുണ്ട്. ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പം അരിയും മറ്റു കാര്യങ്ങളൊക്കെ വളർത്തച്ഛൻ പിടിച്ചോളൂ. അപ്പൊ അവിടെ ചെന്ന് ഓരോ വീടുകളിലും ചെന്ന് നമ്മുടെ അന്നത്തെ ഒരു കാലത്തിന്റെ അടയാളത്തിലാണ് അല്ലേ? അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റോഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാൻ കാണുമായിരുന്നിരിക്കും. ഇടയ്ക്ക് അളവണ്ടിയിലൊക്കെ കയറും അല്ലേ? കേറാനൊന്നുമില്ല. പൈസ ചെലവുണ്ട്. അവർക്ക് പൈസ കൊടുക്കണം. കാളവണ്ടിയെക്കാട്ടി സ്പീഡ് പക്ഷെ നമുക്ക് നടക്കും. കാളുകയറും മൃഗമല്ല, അത് നടക്കുമ്പോൾ നമ്മളും നടക്കും. ഓക്കെ, അതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി. അപ്പൊ അങ്ങനെ കേസിന്റെ ഫലമായിട്ട് മുത്തശ്ശിക്ക് എന്തെങ്കിലും കിട്ടും? മുത്തശ്ശിക്ക് 5 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ട ഭൂമിയാണ് അനുവദിച്ചത്. കാര്യം ഇവിടെ ആയിരുന്നു, പക്ഷെ മറ്റു കയ്യേറി. മുത്തശ്ശന്റെ വക ഭൂമിയാണ്, ഭൂമിയുണ്ട്. അവർ കൈവശപ്പെടുത്തി. അപ്പൊ 5 ഏക്കറിനകത്ത് 3 ഏക്കർ ഇങ്ങനെ പോയതാണ്. 2 ഏക്കർ കിട്ടി. അതിനകത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ വളർത്തുന്നില്ല. അത് വിറ്റിട്ട് 1/2 ഏക്കർ നിലം വാങ്ങിച്ചു. അവിടെ കൃഷി ചെയ്ത് നെൽവേല് ജീവിക്കാം. അപ്പൊ അത് എന്തായാലും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കോപ്പി എന്തെങ്കിലും വിറ്റു.
ആ. മണ്ണ് ഓ തറ ചെയ്ത് കയറ്റിക്കൊണ്ടുപോയി അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഈ മുത്തശ്ശി ഇങ്ങനെ ഒരു വലിയ പോരാട്ടം നടത്തി എന്നതിന്റെ രേഖകളൊന്നും ബാക്കിയില്ല. കാരണം ആ മുച്ചി ആ, 95 മേടിച്ചു. ആ ഏകദേശം 93 മേടിച്ചത്. അത് ചുരുക്കം പറഞ്ഞ അന്നും വേണ്ടുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാനും കാര്യങ്ങൾ നടത്താനൊക്കെ പറ്റും ഉണ്ടായിരുന്നു. അത് അവകാശം ഉണ്ടായിരുന്നു. ആണുങ്ങൾ കൂടെ ആ, ആണുങ്ങൾ കൂടെ വേണം. മുത്തച്ഛൻ വൈദ്യരുള്ളൂ. ആ, വൈദ്യരായിരുന്നു. ആ, വൈദ്യരുള്ളൂ. ഇല്ലാതെ വൈദ്യനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അല്ല, 20 ഏക്കർ കൂടുതൽ അതിൽ നിന്നാണ് 5 ഏക്കർ കിട്ടിയത്. ഓക്കെ. ആ, അപ്പൊ അങ്ങനെ മുത്തച്ഛൻ വൈദ്യനായത് കാരണം അദ്ദേഹത്തിന് ലോകപരിചയവും കാര്യങ്ങളും അതുകൊണ്ട് ലോകപരിചയവും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം കേസ് നടത്തിച്ചു. ഓക്കെ ഓക്കെ. എന്താ ഇത് വളരെ വിചിത്രമായ ഒരു അറിവ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ആൾക്കാര് പിന്നെ സ്വാതന്ത്ര്യമില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്ന കാലത്താണ് തുനിഞ്ഞിറങ്ങി. ഓക്കെ ഓക്കെ. എന്തായാലും സാറേ, ഇത്തരം ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് വളരെ വളരെ നന്ദിയുണ്ട്. കാര്യം ചരിത്രത്തിലേക്കുള്ള ഒരു ചൂണ്ടുപറയുകയാണ്. ഏത് സമയത്തും ഏത് സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്ന സമയത്തും തുനിഞ്ഞിറങ്ങിയാൽ അത് നടക്കും എന്ന് പറയുന്നതിന്റെ ഒരു സംഗതിയാണ്. 3 മക്കള്. വളർത്തച്ഛനാണ് വളർത്തിയത്. മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തി നല്ല നിലയിലാക്കി. ഓക്കെ ഓക്കെ. അപ്പൊ ശരിയെന്നാ സാറേ, വളരെ ഉപകാരം.